ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ഫിസിക്സിലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഒരു സിംഗിൾ വീഡിയോയിൽ നമ്മൾ ഫുൾ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫുൾ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് എ നോട്ട്ബുക്ക് ആൻഡ് എ പെൻ വിത്ത് യു. ഞാൻ പറയുന്നതനുസരിച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി നോട്ട്സ് നിങ്ങൾ ആ നോട്ടിൽ എഴുതിയിടുക. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ഈ ചാപ്റ്ററിലെ മൊത്തം ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ്. ദെൻ പെർമനൻറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ലൈൻസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ NCERTയിലെ മൊത്തം കൺസെപ്റ്റും ഈ ചാപ്റ്ററിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട്, ഓസ്റ്റേഡ് എക്സ്പെരിമെൻറ്റ്. ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റേഡ് ഒരു സയൻറ്റിസ്റ്റ് ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഹിസ് എക്സ്പെരിമെൻറ്റ്. ദെൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, നമ്മൾ ഫസ്റ്റ് റൂളാണ്. നമുക്ക് 2 റൂൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയർ. Magnetic field due to infinitely long straight current carrying wire. Then next topic is magnetic field due to circular current carrying loop. Then magnetic field due to solenoid. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അവിടെ ഒരു ഫ്ലെമിങ്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ദെൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, these are different types of magnet. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും different types of magnet. This is horseshoe magnet, and this is ring magnet. And this is U-shaped magnet, similar to horseshoe magnet. Then bar magnet and cylindrical magnet. Apart from this, you can see another type of magnet called disk magnet. Like this, fully filled magnet, disk magnet. Okay, so these are the different types of magnets. Our first topic is properties of magnets. Magnets have two permanent poles, namely north and south pole. And cannot be isolated. What do you mean by isolated? That is, monopoles do not exist. അതായത് നമുക്കറിയാം, ഒരു മാഗ്നറ്റ്, ഇപ്പോൾ ഞാൻ ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുന്നു. അതിന് നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇത് ഒരു മാഗ്നറ്റും നോർത്ത് പോളായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ സൗത്ത് പോളായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് മാഗ്നറ്റ്സ് എപ്പോഴും ഡൈപോൾ ആയിരിക്കും. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഡൈപോൾ ആയിരിക്കും. അതായത് ഒരു സൗത്ത് പോളും ഉണ്ടാവും, നോർത്ത് പോളും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ മാഗ്നറ്റ് 2ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ് ആണ് കിട്ടുക. അല്ലാണ്ട് ഞാനിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉള്ള മാഗ്നറ്റ് ആയിട്ട് ഒരിക്കലും കിട്ടില്ല. ക്ലിയർ ആയ? ഇറ്റ് ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ്. അതാണ് ഐഡിയ. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. മോണോപോൾസ് ആയിട്ട്, മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ, നോർത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, സൗത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. എപ്പോഴും ഡൈപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യും, നോർത്ത് പ്ലസ് സൗത്ത് ആയിട്ട്. ഓക്കെ ആണല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. സിമിലർ ടു ചാർജ്, ലൈക്ക് ചാർജസ് റിപ്പൽസ് നമ്മൾ പറഞ്ഞില്ല, അതേപോലെ ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, when a magnet is cut into pieces, they will behave like separate magnets with same property but lesser magnetic strength compared to whole magnet. ഐഡിയ ക്ലിയർ ആക്കണേ. അതായത് ഒരു മാഗ്നറ്റിനെ
ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ്. ഇപ്പോൾ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇറ്റ് ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ്. ബട്ട് ദെയർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഡിക്രീസസ്. ഈ വലിയ മാഗ്നറ്റിനുള്ള സ്ട്രെങ്ത് അത്രയും സ്ട്രെങ്ത് ചെറിയ മാഗ്നറ്റ്സ് ഉണ്ടാവില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ് ആവും, പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ക്ലിയർ ആണല്ലോ? മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ദ ഫ്രീലി സസ്പെൻഡ് ബാർ മാഗ്നറ്റ് വിൽ അലൈൻ ഇൻ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അല്ലേ, നമ്മളൊരു മാഗ്നറ്റ് നിങ്ങളിങ്ങനെ അവിടെ സസ്പെൻഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് അലൈൻ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിലവർക്ക് അറിയാൻ പറ്റും. ബിക്കോസ് അവർ എർത്ത് ഇറ്റ് സെൽഫ് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ്. നമ്മൾ എർത്തും ഒരു വലിയ മാഗ്നറ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിനും ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, നമ്മളെ മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലേ. അപ്പം നോർത്ത് പോളും റിപ്പൽ ചെയ്യും, സൗത്ത് പോളും റിപ്പൽ ചെയ്യും. അപ്പം അത് അലൈൻ ചെയ്യുന്നത് എർത്തിൻ്റെ നോർത്തിന് മാഗ്നറ്റിൻ്റെ സൗത്ത് ആയിരിക്കും അലൈൻ ചെയ്യുക. അത് നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് കാരണം, ഡൈനാമോ എഫക്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ ആണെന്ന് വിശ്വസിക്കും. Then, when a magnet is subjected to mechanical damages like falling on a hard surface, heating, piling, hammering, etc., they lose their magnetic properties. അതായത് ആ മാഗ്നറ്റ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. ഈ മാഗ്നറ്റ് ഡാമേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മെക്കാനിക്കൽ ഡാമേജസ്, അതായത് ഇതേപോലത്തെ ഡാമേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പവർ ലോസ് ചെയ്യും. ക്ലിയർ അല്ലേ? മാഗ്നറ്റ്സ് അട്രാക്ട്സ് അയൺ ലൈക്ക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യും. മാഗ്നറ്റ് എപ്പോഴും മാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ് അട്രാക്ട് ചെയ്യുക. വാട്ട് ആർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഗെറ്റ്സ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അല്ലേ, മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസും നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് പറയുക. അത് നമ്മൾ ഫെറോ മാഗ്നറ്റിസം എന്നൊക്കെ പറയും. നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ്: അയൺ, കൊബാൾട്ട്, നിക്കൽ, ഇതൊക്കെ മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസാണ്, മാഗ്നറ്റിക് മെറ്റീരിയൽസാണ്. സ്റ്റീൽ എക്സെട്ര. ഓക്കെ, പിന്നെ പഠിക്കും. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ആപ്ലിക്കേഷൻ വി ഹാവ് ഡംബൽ മാഗ്നറ്റ്സ്, റിംഗ് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, ഹോസ്റ്റ്യൂ മാഗ്നറ്റ്, കോമ്പസ് നീഡിൽ, റൗണ്ട് മാഗ്നറ്റ്, സർക്കുലർ മാഗ്നറ്റ്സ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ അവർ എർത്ത് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, എർത്ത് ഒരു ഹ്യൂജ് മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ ആണല്ലോ? ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കൊരു വിഷ്വലി ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു മാഗ്നറ്റാണ് അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റാണ്. അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അപ്പം ഇറ്റ് ബിക്കംസ് 2 ഇൻഡിവിജ്വൽ മാഗ്നറ്റ്സ്. ഐഡിയ ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. പറഞ്ഞ കാര്യമാണ്. മാഗ്നറ്റിക് മോണോപോൾസ് ആർ believed not to exist in classical electromagnetism because magnetic fields are always generated by dipoles. Dipole means ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് സൗത്ത് ഡൈപോളായിട്ടാണ് എപ്പോഴും ഉണ്ടാവും. വയേഴ്സ് ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വാട്ട് ആർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിച്ച് ഗെറ്റ്സ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഐഡിയ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ദർ ആർ സെവറൽ ടൈനി അറ്റോമിക് മാഗ്നറ്റ്സ്. അതിൽ വളരെ ചെറിയ അറ്റോമിക് മാഗ്നറ്റ്സ് ഉണ്ടാവും. ഇതേപോലെ വളരെ ചെറിയ അറ്റോമിക് മാഗ്നറ്റ്സ് ഉണ്ടാവും. ദേ ആർ നോട്ട് പ്രോപ്പർലി അലൈൻഡ്. അത് അലൈൻഡ് ആയിരിക്കില്ല, പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കില്ല. ഒന്നിങ്ങോട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ട്, റാൻഡം ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ കാണാൻ പറ്റും, ഇത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യും. 1 by 1 ആയിട്ട് എല്ലാം അലൈൻ ചെയ്യും. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യും. ഏത് മെറ്റീരിയൽസിൽ? മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ മാത്രം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ? അപ്പോൾ അലൈൻ ചെയ്യുമ്പോൾ ഒരു സൈഡ് മൊത്തം നോർത്ത് ആവും. ഓക്കെ ആണല്ലോ? മറ്റേ സൈഡ് മൊത്തം എന്താവും? സൗത്ത് ആവും. അപ്പം നമുക്കൊരു മാഗ്നറ്റ് ആവും. മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റ് ആവും. ഐഡിയ ക്ലിയർ ആണല്ലോ? ജസ്റ്റ് വായിക്കാം. മെറ്റീരിയൽസ് ബിക്കം മാഗ്നറ്റിക് വെൻ ദർ മൈക്രോസ്കോപ്പിക് മാഗ്നറ്റിക് ഡൊമൈൻസ് മീൻസ് അറ്റോമിക് മാഗ്നറ്റ്സ്. മൈക്രോസ്കോപ്പിക് മാഗ്നറ്റിക് ഡൊമൈൻസ്, അതാണ് അറ്റോമിക് മാഗ്നറ്റ്സ്, which are like tiny magnets within the material, align in the same direction.
Initially they were in random direction. When you magnetize it, they align in the same direction. Okay. When an external magnetic field is applied, it exerts a force in these domains, causing them to align. അത് അലൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ. The material then develops its own north and south pole. Then the material develops its own north and south pole. That is, it become a magnet. അതെന്തായി മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, കോമ്പസ് ബോക്സ് ആണ്. നമ്മൾ ഡയറക്ഷനൊക്കെ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഒരു കോമ്പസ് ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക അല്ലേ. ഇൻ ഏൻഷ്യൻ ടൈംസ് ട്രാവലേഴ്സ് യൂസ്ഡ് ദിസ് കോമ്പസ് ബോക്സ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഇൻ ദെയർ ജേണി. നമ്മളെപ്പോലെ ഈ ടൈമിലെ പോലെ അന്ന് GPS കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അവർ ഈ ട്രാവലേഴ്സ് ഈ കോമ്പസ് ബോക്സ് വെച്ചിട്ടാണ് അവർ ജേണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എർത്ത് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ്. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ എർത്ത്. ഒരു ഇമാജിനറി മാഗ്നറ്റ് എർത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം, ഒരു ഇമാജിനറി ബാർ മാഗ്നറ്റ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എർത്ത് കറക്റ്റായിട്ട് എർത്തിൻ്റെ വെർട്ടിക്കലായിട്ടല്ല ഉള്ളത്, അത് സ്ലാൻഡിങ് ആയിട്ടാണ് ഉള്ളത് ആ ബാർ മാഗ്നറ്റ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇപ്പം ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു ഇമാജിനറി മാഗ്നറ്റ് എർത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എർത്തിന് ഒരു നോർത്ത് പോളും എർത്തിനൊരു സൗത്ത് പോളും വരുന്നത്. ഇത് രണ്ടും തമ്മിലൊരു ആംഗിളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് an important concept in magnetism, which is magnetic field. Magnetic field. Magnetic field. Magnetic field. It is denoted by the symbol capital letter B and is a vector quantity. It is a vector quantity. Magnetic field. സിമ്പിളായിട്ട് പറഞ്ഞ മക്കളെ, ഞാനിവിടെ ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നു. ബാർ മാഗ്നറ്റ്, നോർത്ത് പോൾ സൗത്ത് പോൾ. ഓക്കെ, ഞാൻ ഇതിൻ്റെ അടുത്തൊരു അയണിൻ്റെ നീഡിൽ കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റീജിയണിലേക്ക്. ഞാൻ ഈ മാഗ്നറ്റിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പം ഒരു പുള്ളിംഗ് പവർ കൂടും അല്ലേ. അത് അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന പോലെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. വെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ മാഗ്നറ്റ് ഇൻക്രീസസ്, ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസസ്. മാഗ്നറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പം ഈ മാഗ്നറ്റ് വിട്ട് ഒരു റീജിയൻ ഉണ്ടല്ലോ, ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ റീജിയനിലായിരിക്കും ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയനാണ് സിംപ്ലി നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെയർ ദി സ്ട്രെങ്ത് ഓഫ് ദിസ് മാഗ്നറ്റ് ക്യാൻ ബി ഫെൽറ്റ്. ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. സിംപ്ലി. ഓക്കെ, നോക്കിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ സ്പേസ് ഓർ റീജിയൻ സറൗണ്ടിങ് ദ മാഗ്നറ്റ് ഓർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ വിച്ച് അനദർ മാഗ്നറ്റ് വിൽ എക്സ്പീരിയൻസ് ഫോഴ്സ്. സിംപ്ലി നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ റീജിയൻ ഓർ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വെയർ ദി മാഗ്നറ്റിക് സ്ട്രെങ്ത് can be felt. Where the magnetic strength can be felt. Okay, idea clear ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. It's a region around a magnet where the magnetic strength can be felt. And is denoted by B. യൂണിറ്റ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ല. ഓർമ്മിച്ച് വെക്കണേ മക്കളെ, ടെസ്ല സയൻറ്റിസ്റ്റാണ്. നിക്കോളാസ് ടെസ്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെസ്ലയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് അല്ലേ. നമ്മൾ ഇലോൺ മസ്കിൻ്റെ ഒരു കമ്പനി ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ടെസ്ല അല്ലേ. എങ്ങനെയും നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. ആൻഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, വെക്ടറാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. Magnetic field lines are the imaginary path in which an isolated north pole can travel from one pole to another pole in space.
ക്ലിയർ ആയില്ല അല്ലേ? ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇവിടുന്ന് ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്ക് എൻഡ് ചെയ്യുന്ന ഇമേജിനറി ലൈൻസിന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതായത് ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്ത് നമ്മളൊരു കോമ്പസ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ നോർത്ത് പോൾ ഇവിടെയല്ലേ കാണിക്കുക, അവിടെ ഒരു ഡോട്ട് ഇട്ട് അവിടെ ഞാൻ കോമ്പസ് ബോക്സ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇത് എടുത്തേക്ക് എത്തും, സൗത്ത് പോളിലേക്ക് എത്തും. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്ക് എത്തുന്ന ഇമേജിനറി ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകും. നിങ്ങൾക്ക് +2 എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടു ഡ്രോ ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. നിങ്ങൾക്കൊരു കോമ്പസ് ബോക്സും ഒരു ബാർ മാഗ്നറ്റും തരും, പിന്നെ ഒരു ചാർട്ട് പേപ്പറും ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കും. ഓക്കെ ആണല്ലോ? നമുക്കിത് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്ക് എൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നും കൂടി പറയും ഫീൽഡ് ലൈൻസിന്. ദ ട്രാവൽ ഫ്രം നോർത്ത് പോൾ ആൻഡ് റീച്ച് ഓൺ സൗത്ത് പോൾ. ട്രാവൽസ് ഫ്രം നോർത്ത് പോൾ ആൻഡ് റീച്ച് ഓൺ സൗത്ത് പോൾ. മാഗ്നറ്റിൻ്റെ ഉള്ളിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് മക്കളെ, ഞാൻ പറയാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്ത് മാത്രമല്ല ഉള്ളിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് ഓർമ്മിച്ച് വെച്ചോളൂ. നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം നമ്മൾ ഇത് എഴുതണം. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഫ്രം നോർത്ത് പോൾ ആൻഡ് റീച്ച് സൗത്ത് പോൾ ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത് പോൾ. ഓക്കെ ആണല്ലോ? ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ക്ലോസ്ഡ് കർവ്സ് ആൻഡ് ക്യാൻ പാസ് ത്രൂ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിലേക്ക് കൂടി പാസ് ചെയ്യാൻ പറ്റും, കണ്ടക്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി പാസ് ചെയ്യാൻ പറ്റും. ദേ ആർ ക്ലോസ്ഡ് കർവ്സ്. ഓർമ്മിച്ച് വെക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ബാർ മാഗ്നറ്റിൻ്റെ പുറത്ത് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്, അതിൻ്റെ ഉള്ളിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് കർവ്സാണ്. നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ എൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും സൗത്തിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സൗത്ത് ടു നോർത്താണ്. ആക്ച്വലി പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്, ആൻഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സൗത്ത് ആൻഡ് എൻഡ്സ് ഓൺ നോർത്ത്. ഞാൻ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്തിടാം, നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയിക്കോളൂ. ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോർത്ത് ടു സൗത്തും, ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സൗത്ത് ടു നോർത്തും ആയിരിക്കും. ഓക്കെ ആണല്ലോ? പറയാം. ദെൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡസ് നോട്ട് അലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ടു എൻ്റർ ഇൻസൈഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് സീറോ ഇൻസൈഡ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടക്ടേഴ്സ് ഉണ്ട്, കണ്ടക്ടിവിറ്റി വളരെ കൂടുതൽ, റെസിസ്റ്റൻസ് 0 എന്ന് തന്നെ പറയാൻ പറ്റുന്ന കണ്ടക്ടേഴ്സ്. നമുക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല എങ്കിൽ കൂടി സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അത് അലോ ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്. ജസ്റ്റ് ഒന്ന് ജനറൽ നോളജിൽ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. നമുക്കത് പറയാം, ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഗീവ്സ് ദ ഡയറക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും വെക്ടറാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇമാജിനറി ലൈൻസ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വേണ്ടേ? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ആ ഫീൽഡ് ലൈൻസിൻ്റെ മുകളിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഞാൻ അതെടുത്ത് പറയാം. ഓക്കെ ആണല്ലോ? ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം നോക്കിക്കോളൂ. ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ? ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് നോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇൻ്റർസെക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, ക്രോസ് ചെയ്യില്ല. വൈ എന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ബിക്കോസ് ടു വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡസൻറ്റ് എക്സിസ്റ്റ്. ടു വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡസൻറ്റ് എക്സിസ്റ്റ്. നിങ്ങളിങ്ങനെ
ആലോചിച്ചോളൂ. ഇപ്പോൾ 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വെച്ചോ. അപ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു കോമ്പസ് നീഡിൽ വെച്ചാൽ ഇറ്റ് ഗീവ്സ് 2 ഡയറക്ഷൻ. നമുക്ക് 2 ഡയറക്ഷൻ, ഇപ്പോൾ നോർത്ത് ആണെങ്കിൽ 2 നോർത്ത് ഇല്ലല്ലോ, ഒരു നോർത്തല്ലേ ഉള്ളൂ. അപ്പം 2 ഡയറക്ഷൻ കാണിക്കാൻ പറ്റില്ലല്ലോ. ക്ലിയർ ആകുന്നുണ്ടോ കൺസെപ്റ്റ്? ഞാൻ അടുത്ത പറയാം. അതായത് no 2 magnetic field lines will intersect. 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. No 2 magnetic field lines will intersect. If they intersect at the point of intersection, it shows 2 different directions. That is not possible. അത് പോസിബിൾ ആവില്ല. അടുത്ത ഞാൻ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ? Then magnetic field lines are crowded at poles. Magnetic field lines are crowded at poles, which means strength is maximum at poles. ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ, ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക പോൾസിലായിരിക്കും. ബിക്കോസ് വെൻ ദി ഡിസ്റ്റൻസ് ഫ്രം 2 ഫീൽഡ് ലൈൻസ് ഇൻക്രീസസ്, ഫീൽഡ് ലൈൻസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കുറയുക. ഫീൽഡ് ലൈൻസ് വെൻ ഫീൽഡ് ലൈൻസ് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ, സ്ട്രെങ്ത് ഇൻക്രീസസ്. ഫീൽഡ് ലൈൻസ് അടുത്തടുത്ത് വരുമ്പോൾ സ്ട്രെങ്ത് കൂടും, ഫീൽഡ് ലൈൻസ് സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ സ്ട്രെങ്ത് കുറയും. ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? പ്രോപ്പർട്ടി ഇതൊരു എക്സ്പെരിമെൻ്റൽ ഇമേജ് ആണ്. ഒരു ബാർ മാഗ്നറ്റും ദീസ് ആർ അയൺ ഫൈലിങ്സ്. അയണിൻ്റെ ചെറിയ പൊടികൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ചുറ്റും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അലൈൻ ചെയ്യും. ഈ ഒരു റീജിയണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർത്ത് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എൻഡ് ചെയ്യുന്ന കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എൻഡ് ചെയ്യാൻ പറ്റും. വരക്കാൻ ചോദിക്കും. നമുക്കിതല്ല വരക്കേണ്ടത്, നമ്മൾ വരക്കേണ്ടത് നെക്സ്റ്റ് ഇമേജാണ്. എക്സാമിൻ ഇതാണ് നമ്മൾ വരക്കാൻ പോകുന്ന ഇമേജ്. ആൻഡ് ദ ഹെഡിങ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് around a bar magnet. Magnetic field lines around a bar magnet. Magnetic field lines around a bar magnet. Magnetic field lines around a bar magnet. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. ഇതാണ് സൗത്ത് പോള്, ഇതാണ് നോർത്ത് പോൾ. ഓക്കെ ആണല്ലോ? എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഔട്ട്സൈഡ് മാഗ്നറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്. സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്. സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്. വരച്ച് പഠിക്കണേ മക്കളെ. വരക്കുന്നതനുസരിച്ച് കൈയോടെ നിങ്ങൾ വരച്ച് നോക്കുക. സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനിത് വരക്കുമ്പം നേരത്തെ പറഞ്ഞ കൺസെപ്റ്റാണ്. when the distance from the magnet increases, separation between 2 field lines also increases. അതായത് ഇവിടെ ഇപ്പോൾ സെപ്പറേഷൻ കുറവല്ലേ, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് സെപ്പറേഷൻ കൂടി വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ലൈന് വരക്കുവാണെങ്കിൽ സെപ്പറേഷൻ കൂടിയിട്ട് വരക്കുക. ക്ലിയർ? When the distance from the magnet increases, separation between 2 magnetic field lines also increases, which means strength decreases. Concept crystal clear ആക്കണേ. മാഗ്നറ്റിനുള്ള സ്ട്രെങ്ത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് സ്ട്രെങ്ത് കുറയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സെപ്പറേഷൻ കൂടും. മാഗ്നറ്റിൻ്റെ അടുത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സെപ്പറേഷൻ കുറവ്. അപ്പോൾ ഇതിവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അടുത്തടുത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ഇവിടെ കാണാൻ പറ്റും നോർത്തും സൗത്ത്. ഏറോ മാർക്ക് ഇടാൻ മറന്നു പോയാൽ മാർക്ക് കിട്ടില്ല. ഏറോ മാർക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷോസ് ദി ഡയറക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫ്രം നോർത്ത് സൗത്ത്. ഇൻസൈഡ് ഉണ്ട്, ഞാൻ പറഞ്ഞു സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നിങ്ങളത് കാണിക്കേണ്ട ആവശ്യമില്ല. ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കേണ്ട. നമ്മൾ നെക്സ്റ്റ് ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ പറയും, അവിടെ നമ്മൾ ഇൻസൈഡ് മാഗ്നറ്റ് കാണിക്കണം. ഇൻസൈഡ് ഫീൽഡ്സ് കാണിക്കണം. ഇനി നോക്കിക്കോളൂ. ഇവിടെ നിന്ന് നോർത്ത് നിന്ന് പിന്നെയും ലൈൻസ് പോകുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് തിരിച്ചിട്ട് ഇവിടത്തേക്ക് വരും. ക്ലിയർ ആണല്ലോ? ക്ലോസ്ഡ് ആയിരിക്കും.
ഇതാ അടുത്ത ലൈൻ, ഇതൊന്നും നിങ്ങൾ കാണിക്കണം. ഇതിങ്ങനെ പോയി സ്പേസിലേക്ക് കൂടി പോയി ഇവിടെ തിരിച്ചെത്തി. ക്ലിയർ? ഓരോ ലൈൻ ഇത് ഇവിടുന്ന് പോയാൽ എത്ര ലൈൻസ് അങ്ങോട്ട് പോകുന്നുണ്ടോ അത്രയും ലൈൻസ് തിരിച്ചിങ്ങോട്ടും വരണം. ഓക്കെ ആണല്ലോ? 10 ലൈൻസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് 10 ലൈൻസ് വരണേ. നിങ്ങൾ എത്ര ലൈൻസ് അങ്ങോട്ട് പോയോ അത്രയും ലൈൻസ് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഓക്കെ ആണല്ലോ? ഇവിടെ ഇപ്പം നമ്മൾ എത്ര ലൈൻസ് വരച്ചിട്ടുണ്ട്? 1 2 3 4 5. അപ്പോൾ ഇവിടെയും 5 ലൈൻസ് 1 2 3 4 5 കാണിക്കണം നിർബന്ധം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദേ സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഓൺ സൗത്ത് പോൾ ഔട്ട്സൈഡ് മാഗ്നറ്റ്. നമ്മൾ പറഞ്ഞു വെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ മാഗ്നറ്റ് ഇൻക്രീസസ് the separation between two magnetic field lines also increases, which mean strength of magnetic field decreases. Clear ആണല്ലോ? Then magnetic field lines are crowded at poles. Magnetic field lines are crowded at poles. പോൾസിലായിരിക്കും crowded ആയിട്ടുണ്ടാവുക, കാണാൻ പറ്റുന്നുണ്ടല്ലോ. പോൾസിലായിരിക്കും crowded ആയിട്ടുണ്ടാവുക, which means strength is maximum at poles. Strength is maximum at poles. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്. നമുക്കിപ്പോൾ ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു എ. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഡയറക്ഷൻ കാണിക്കൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കല്ലേ. അവിടുന്ന് നിങ്ങൾ ടാൻജൻറ്റ് വരക്കുക. ഇതായിരിക്കും നിങ്ങളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് ബി. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടുന്ന് ടാൻജൻറ്റ് വരക്കുക. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇതാ ഇവിടെ ഒരു പോയിന്റ് സി, അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അപ്പം ഡയറക്ഷൻ ഇവിടെ ടാൻജൻറ്റ് വരക്കുക. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കൽ ഇത് അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ടാൻജൻറ്റ് വരക്കുക. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് on the field line will give the direction of magnetic field line on that point. Crystal clear ആണല്ലോ മക്കളെ? Then നമ്മൾ അടുത്ത പറഞ്ഞ no two field lines will intersect. രണ്ട് ലൈൻസ് ഞാനിപ്പോൾ നോക്കൂ, ഇവിടെ എവിടെയും രണ്ട് ലൈൻസ് എവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. രണ്ട് ലൈൻസ് എവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. സപ്പോസ് ഇഫ് ദ ഇൻ്റർസെക്റ്റ്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചു. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇവിടെ ഈ പോയിന്റിൽ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ്. തെറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പസ് നീഡിൽ വെച്ചു എന്ന് വെച്ചോ. ഇവിടെ ഞാനൊരു കോമ്പസ് നീഡിൽ വെച്ചു. അപ്പോൾ നോർത്ത് അങ്ങോട്ടേക്കല്ലേ, നോർത്ത് നിന്ന് സൗത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് രണ്ട് ഡയറക്ഷൻ കാണിക്കും, ഒന്ന് ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇവിടെയും ഒന്ന് ഇങ്ങോട്ടേക്കും. രണ്ട് ഡയറക്ഷൻ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല, ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒറ്റൊരു ഡയറക്ഷനേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് രണ്ട് ലൈൻസ് ഒരിക്കലും എന്തേ ഇല്ല മക്കളെ, no two field lines will intersect. Magnetic field lines ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് വരക്കാൻ പാടില്ല. no two magnetic field lines will intersect. ഓക്കെ ആണല്ലോ? ഐഡിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, വൈ ദേ ഡു നോട്ട് ഇൻ്റർസെക്ട്? ബിക്കോസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇറ്റ് ഷോസ് ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോളൂ. ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. എറോ മാർക്കിന് 600. രണ്ട് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് സെപ്പറേഷൻ കൂടി വരക്കുക. ക്ലിയർ മക്കളെ? ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോകുന്നത്. കോർ ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് ഈസ് റിലേറ്റഡ് വിത്ത് എ സയൻറ്റിസ്റ്റ് കോൾഡ് ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റേഡ്. ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റേഡ്. Actually, he was a teacher. While conducting a class, he accidentally discovered the connection between electricity and magnetism. That is, when a current carrying conductor is placed near to a compass box, he can see a deflection in the compass box. Actually, this was discovered accidentally. ഇതൊരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആണ്. ഏത്? ഈ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഐഡിയ എത്രയേ ഉള്ളൂ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പസ് ബോക്സിൽ ഒരു ഡിഫ്ലക്ഷൻ കാണുന്നുണ്ട്.
അതിനർത്ഥം എന്താ? ഈ കറണ്ട് കയറിയും ചുറ്റും കോമ്പസ് ബോക്സിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകണമെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. ദാറ്റ് ഈസ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. കണക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതുകൊണ്ടാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്ത്? മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആൻഡ് ദിസ് സെക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിസം. Electromagnetism, and it is a branch in physics which deals with the relation between electricity and magnetism, and the scientist Hans Christian Ørsted is responsible for this electromagnetism, right? When current is passing through wire over the compass needle in anti-clockwise direction, the needle was found to be deflect towards west and direction from its normal position. അത് ഐഡിയ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കൂ. ഐ ആം പ്ലേസിങ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി. ഹിയർ എ ഈസ് ദി പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ബി ഈസ് ദ നെഗറ്റീവ് ടെർമിനൽ. ആസ് യു നോ, കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ട് ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഐ ആം പ്ലേസിങ് എ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ നിയർ ടു ദിസ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. So it deflects towards right. It deflects towards right. Right-ലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓക്കെ ആണല്ലോ. If I am reversing the direction of current, that is here now the current is flowing from B to A. B is positive and A is negative. Now the current is flowing from B to A. Then the direction of the compass needle, now is towards left. നേരത്തെ റൈറ്റിലോട്ടായിരുന്നു ഡിഫ്ലക്ഷൻ, ഇപ്പം എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ വന്നത്? ലെഫ്റ്റിലോട്ടാണ്. വിച്ച് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് എ കറണ്ട് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും എന്താണ്? ദേ ആർ കണക്റ്റഡ്. കറണ്ട് ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷനും കണക്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. അതാണ് ഈ കൺസെപ്റ്റ്. I is proportional to B, where I is the electric current and B is the magnetic field. Electric current and magnetic field are proportional to each other, right? മക്കളെ, ഇതാണ് നമ്മുടെ ഹാൻസ് ക്രിസ്ത്യൻ ഓയ്സ്റ്റഡ്, നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ കാരണക്കാരൻ ഹാൻസ് ക്രിസ്ത്യൻ ഓയ്സ്റ്റഡ്. ഞാൻ പറഞ്ഞിരുന്നു, ഹി വാസ് എ ഫിസിസ്റ്റ്, കെമിസ്റ്റ് ആസ് വെൽ ആസ് എ ടീച്ചർ. The phenomenon of electric currents producing magnetic fields. The phenomenon of electric currents producing magnetic fields, and the branch is called electromagnetism. Electromagnetism. Nearly all modern electrical technologies are based on his discovery. നമ്മൾ ഇന്ന് കാണുന്ന ഒരുവിധം എല്ലാ ടെക്നോളജിയും ഇതിൻ്റെ ബേസിലാണ്. ഓക്കെ. This was the experimental setup of Ørsted. ഓയ്സ്റ്റഡിൻ്റെ കാലത്തുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഞാൻ പറഞ്ഞ 80-20s ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇതാണ് ആ സമയത്തുണ്ടായിരുന്ന ബാറ്ററി, ആ സമയത്തുള്ള സെല്ലാണത്. ഓക്കെ. ഇതാണ് കോമ്പസ് ബോക്സ്, ഇതാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ദിസ് ഈസ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അപ്പോൾ ഇതിലേക്ക് കൂടി കറണ്ട് ഇങ്ങനെ കയറി ചെയ്യുമ്പോൾ, കറണ്ട് പാസ് ചെയ്യുമ്പം ഈ കോമ്പസ് ബോക്സിൽ എന്ത് കാണാൻ പറ്റുന്നു? ഡിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നു. കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആകുമ്പം കോമ്പസ് ബോക്സിൻ്റെ ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, റൈറ്റ്? നെക്സ്റ്റ് ടോപ്പിക് ഈസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പം നമ്മൾ പറഞ്ഞു, വെനെവർ എ കറണ്ട് ഈസ് പാസിങ് ത്രൂ എ കണ്ടക്ടർ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും എങ്ങനെയുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് മക്കളെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇതല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൻ്റെ തമ്പിനെ ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ അതർ ഫിംഗേഴ്സിനെ കേൾ ചെയ്യാം. അപ്പം ഇതാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് വിചാരിച്ചോളൂ. കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണിത്. ഇതിൻ്റെ ടിപ്പിലേക്കാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. അതായത് ടിപ്പിലേക്ക് കറണ്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെ പോസിറ്റീവ്, മുകളിലേക്ക് നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ ടിപ്പിലേക്കാണല്ലോ കറണ്ട് മൂവ് ചെയ്യുക. അപ്വേർഡ്സ് ആണല്ലോ. കറണ്ട് ഡയറക്ഷനിൽ തമ്പിനെ പ്ലേസ് ചെയ്യുക. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പിനെ പോയിൻ്റ് ചെയ്യുക. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പിനെ പോയിൻ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ദെൻ ദി curled fingers or other fingers. Curled fingers indicates the direction of magnetic field. Curled fingers indicates the direction of magnetic field. ഇപ്പോൾ എങ്ങോട്ടാണ് ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നത്? ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അറൗണ്ട് ഇറ്റ്. കറണ്ട് അപ്വേർഡ്സ് ആണെങ്കിൽ
ഇത് ഏതാണ് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നെ വിത്ത് റെസ്പെക്ട് ടു മീ ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് റൂള് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇമാജിൻ if you are holding a current carrying conductor in your right hand. Imagine if you are holding a current carrying conductor in your right hand in such a way that your thumb indicates the direction of current. Your thumb indicates the direction of current. Then the direction of curled fingers or other fingers, direction of other fingers indicates the direction of current. Indicates the direction of magnetic field. Right? Imagine you are holding a current carrying conductor in your right hand in such a way that your thumb indicates the direction of current. Then the direction of curled fingers indicates the direction of magnetic field. Right? If a current carrying conductor is imagined to be held in the right hand such that the thumb points in the direction of current, then the tips of the fingers encircling the conductor, curled fingers, indicates the direction of magnetic field lines of force, direction of magnetic field. Simply കാണാൻ പറ്റും. കറണ്ട് മുകളിലാണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. കറണ്ട് താഴോട്ടാണെങ്കിൽ ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. സിമ്പിളാണല്ലോ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? കറണ്ട് താഴോട്ടാണെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതനുസരിച്ച്, കറണ്ട് താഴോട്ടാണെങ്കിൽ ഇതെങ്ങനെ ക്ലോക്ക് വൈസ്, കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. സിമ്പിൾ ഐഡിയ ആണ്. ഓക്കെ, ഈ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചോളൂ, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. യു ക്യാൻ സി ദിസ് ഈസ് അവർ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഇത് നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവാണ്. പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. കറണ്ട് ഫ്ലോസ് ലൈക്ക് ദിസ്. ഓക്കെ ആണല്ലോ? പോസിറ്റീവ് നിന്ന് എൻ്റർ ചെയ്ത് നെഗറ്റീവിലേക്ക് കൂടി ലീവ് ചെയ്യും കറണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യും, ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യും. ഇവിടുത്തെ പോയിൻ്റ് നമുക്ക് ഇവിടെ എ എന്ന് വിളിക്കാം, ദിസ് ഈസ് ബി. ഓക്കെ ആണല്ലോ? ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക. എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ കറണ്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ കറണ്ട് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, കറണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ? കറണ്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ലൈക്ക് ദിസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. കറണ്ട് പോകുന്നത് മുകളിലോട്ടേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? കറണ്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ കറണ്ട് ഡൗൺവേർഡ്സ് അല്ലേ? അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പം കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നോക്കിക്കോളൂ, ഈ ഫീൽഡ് ലൈൻസ് സെൻറ്ററിലേക്ക് എത്തുമ്പം ദേ ബിക്കംസ് പാരലൽ. സെൻറ്ററിലേക്ക് എത്തുമ്പം ഫീൽഡ് ലൈൻസ് എന്താവും? പാരലാവും. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എ കറണ്ട് ഫ്ലോസ് ത്രൂ എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ following the right hand thumb rule to determine its direction. The magnetic field lines are concentric circles. They are concentric circles around the loop, becoming straight lines at the center. Centerലേക്ക് എത്തുമ്പോൾ magnetic field lines എന്താവും? straight lines of parallel. ഓക്കെ ആണല്ലോ? And the strength of this field is directly proportional to current. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Strength of magnetic field is directly proportional to current, which means when current increases, strength of magnetic field also increases. Okay ആണല്ലോ? Strength of magnetic field is directly proportional to current and the number of turns in the coil. ഈ number of turnsനെ n എന്ന് ഡിനോട്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നമ്പർ ഓഫ് ടേൺസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഹിയർ വി കൺസിഡർ ഓൺലി എ സിംഗിൾ ലൂപ്പ്. നമ്മളൊരു സിംഗിൾ സർക്കുലർ കോയിൽ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇതിവിടെ നമ്മൾ n
ലൂപ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 10 ലൂപ്സ് കൺസിഡർ ചെയ്യുന്നു, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ബൈ 10 ടൈംസ്. ക്ലിയർ ആണല്ലോ? ഒരു സിംഗിൾ ലൂപ്പിൻ്റെ കേസിലാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് n ലൂപ്സ് ഉണ്ടെങ്കിൽ, അതായത് n ടേൺസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് n ടൈംസ് കൂടും. ക്ലിയർ ആണല്ലോ? സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർമ്മിച്ച് നോക്കണം. ഓക്കെ ആണല്ലോ? ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റേഡിയസ് ഓഫ് ദ ലൂപ്പ്. ആ ലൂപ്പിൻ്റെ റേഡിയസ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പ്. ഇവിടെ പ്ലസ് മൈനസ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ ലൂപ്പിൻ്റെ റേഡിയസ് ഇല്ലേ, ഈ ലൂപ്പിൻ്റെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ ലൂപ്പ്, വിച്ച് മീൻസ് വെൻ റേഡിയസ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. So in order to attain maximum magnetic field we have to reduce the radius, right? നമ്മൾ റേഡിയസ് കുറക്കണം. ഐഡിയ ക്ലിയർ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ഈ 3 പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് directly proportional to current, magnetic field is directly proportional to number of turns, and magnetic field is inversely proportional to radius of the loop. So in order to attain maximum strength we have to increase the current, right? And we have to increase the number of turns, okay? And we have to decrease the radius of the loop. ആ ലൂപ്പിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ. Next we are going to discuss about solenoid. Solenoid. Have you heard about solenoid? Yeah. Solenoid is an insulated copper wire wounded in the form of a ഹെലിക്സ് ഓർ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് വൂണ്ട് ചെയ്ത് വെച്ച അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സോളിനോയിഡ്, റൈറ്റ്? ഇതാണ് ഒരു സോളിനോയിഡ്. നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പറ്റും, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഒരു സിംഗിൾ ലൂപ്പിൻ്റെ കാര്യമാണ്, ഒരു സിംഗിൾ സർക്കുലർ ലൂപ്പ്. അങ്ങനെ n സർക്കുലർ ലൂപ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതാ ദിസ് ഈസ് ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്, തേർഡ് ലൂപ്പ്, ഫോർത്ത് ലൂപ്പ്, ഫിഫ്ത്ത് ലൂപ്പ്, സിക്സ്ത് ലൂപ്പ് എക്സെട്ര അപ് ടു n ലൂപ്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ബൈ n ടൈംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, ഒരു സിംഗിൾ ലൂപ്പിൻ്റെ കേസിലും മൾട്ടിപ്പിൾ ലൂപ്സ് ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ലൂപ്സിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ബൈ n ടൈംസ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ n ടൈംസ് ലൂപ്പാണ് നമ്മുടെ സോളിനോയിഡ്. ഓക്കെ. So what is a solenoid? A coil of many circular turns of insulated copper wire. What you mean by insulated copper wire? Insulated copper wire എന്ന് പറഞ്ഞാൽ സാധാരണ കോപ്പർ വയർ, അതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻസ് ഉണ്ടാവും, ഒരു ഇൻസുലേറ്റഡിൻ്റെ കവർ ഉണ്ടാവും, ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ടാവും. അപ്പോൾ 2 വയറും തമ്മിൽ കോൺടാക്റ്റിൽ വരില്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഇൻസുലേറ്റഡ്. അത് അങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ എക്സാമിന്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഓക്കെ ആണല്ലോ? ഇൻസുലേറ്റഡ് കോപ്പർ വയർ റാപ്ഡ് ക്ലോസ്ലി ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിൽ, അതായത് ഹെലിക്സിൻ്റെ ഷേപ്പിൽ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്നവരാണ് സോളിനോയിഡ്. ഓക്കെ ആണല്ലോ? എ കോയിൽ ഓഫ് മെനി സർക്കുലർ ടേൺസ് റാപ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ. ഓക്കെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. കറണ്ട് ക്യാരിയിങ് എന്തുകൊണ്ടാണ് പറയുന്നത്? കറണ്ട് ക്യാരിയിങ് ചെയ്യുമ്പോൾ മാത്രമേ സോളിനോയിഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ? മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, റൈറ്റ്? കറണ്ട് ക്യാരിയിങ് അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ഓക്കെ ആണല്ലോ? അതിന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടില്ല. സോ സോളിനോയിഡ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. സോളിനോയിഡ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്, അല്ലേ? സോളിനോയിഡ് എന്താണ്? ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ടെമ്പററി മാഗ്നറ്റ്. വൈ ഇറ്റ് ഈസ് കോൾഡ് എ ടെമ്പററി മാഗ്നറ്റ്? ബിക്കോസ് ഇറ്റ് അറ്റൈൻസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓൺലി വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ അതിനെന്ത് കിട്ടുള്ളൂ? മാഗ്നറ്റിക് സ്ട്രെങ്ത് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കണേ മക്കളെ, ഈ പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സോളിനോയിഡ്. അതിന് ടേൺസ് ആണ് ഈ കാണിക്കുന്നത്. സോളിനോയിഡിൻ്റെ ടേൺസ് ആണ്. ഓക്കെ ആണല്ലോ? ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരക്കാൻ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? നമ്മൾ ഇതിനൊരു റൂൾ യൂസ് ചെയ്യും. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്ന റൂളിൻ്റെ പേരാണ് മക്കളെ ക്ലോക്ക് ഫേസ് റൂൾ. ക്ലോക്ക് ഫേസ് റൂള് വളരെ സിമ്പിളാണ്. നമ്മളൊരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൻ്റെ അടുത്ത് പോവുക. ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ലൂപ്പിൽ നിന്ന് നമ്മൾ സോളിനോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റ് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സോളിനോയിഡിലേക്ക് ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ആ
ഒരു ലൂപ്പ് അപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു സിംഗിൾ ലൂപ്പ് മാത്രമല്ലേ കാണുള്ളൂ, ആ സിംഗിൾ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. ഒരു സിംഗിൾ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. ആ സിംഗിൾ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും ആ ലൂപ്പിൻ്റെ ആ സൈഡിൽ മാഗ്നറ്റിക് പോൾ. അതായത് ആ സൈഡ് നോർത്താണോ ആ സൈഡ് സൗത്താണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ഈ ക്ലോക്ക് ഫേസ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ കറണ്ട് ഇങ്ങനെ അവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആ എൻഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണല്ലോ ക്ലോക്ക് വൈസ് ആണല്ലോ, ഓക്കെ അല്ലേ? കറണ്ട് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണ്. ആ എൻഡ് സൗത്തായിരിക്കും, കറണ്ട് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് സൗത്തായിരിക്കും. കറണ്ട് ക്ലോക്ക് വൈസ് ആ എൻഡ് സൗത്ത്. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങോട്ട് വരും അല്ലേ, ഇവിടെ മുകളിലോട്ടേക്ക് വരും. ഈ എൻഡാണെങ്കിൽ ആ എൻഡ് നോർത്തായിരിക്കും. ഇത്രയേ ഉള്ളൂ റൂൾ. നമ്മളൊരു ലൂപ്പിൻ്റെ സൈഡിൽ ഒരു സോളിനോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ആ സോളിനോഡിനെ ഒബ്സേർവ് ചെയ്യുമ്പം ആ സൈഡിൽ കറണ്ട് ക്ലോക്ക് വൈസിലാണ്, ആ എൻഡിൽ കറണ്ട് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻഡ് സൗത്ത് ആയിരിക്കും. ആ എൻഡിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? നോർത്തായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളിനി ആ റൂള് പറയാൻ പോവുകയാണ്. ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എളുപ്പമാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ. when we look at any end of the coil carrying current, if the current is in anti-clockwise direction, then that end of the coil behaves like a north pole. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ നോർത്ത് ആയിരിക്കും. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ എൻഡ് നോർത്ത് ആയിരിക്കും. Then if the current flows in clockwise direction, കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് സൗത്ത് ആയിരിക്കും. If the current is in clockwise direction, that end of the coil behaves like south pole. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ നെക്സ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യം മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മൾ ആ സോളിനോയിഡിൻ്റെ സൈഡിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ എൻഡ് സൗത്ത് പോൾ ആയിരിക്കും. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അല്ല ഈ ഫിഗർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ? കുറച്ചുകൂടി ഞാൻ ആ ഫിഗർ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ കറണ്ട് ഒരു കോയിൽ, സിംഗിൾ കോയിലിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ പറഞ്ഞു ഏത് പോളായിരിക്കും? നോർത്ത് പോളായിരിക്കും. ക്ലിയർ ആണല്ലോ? കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി മക്കളെ, നിങ്ങൾക്ക് ഇതും മനസ്സിലായില്ലേ? നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. സോളിനോയിഡ്, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സോളിനോയിഡ് ഇവിടെ ഇങ്ങനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ശ്രദ്ധിക്കണേ, പോസിറ്റീവ് ടെർമിനലിൻ്റെ അടുത്ത് വരുന്നത് സൗത്ത് ആയിരിക്കും, നെഗറ്റീവ് ടെർമിനലിൻ്റെ അടുത്ത് വരുന്നത് നോർത്ത് ആയിരിക്കും. ഓർമ്മിച്ച് നോക്കണം. പോസിറ്റീവ് ടെർമിനലിൻ്റെ അടുക്ക സൗത്ത് കാണിക്കണം, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്ത ഭാഗത്തിന് നോർത്ത് കാണിക്കണം. ഓക്കെ ആണല്ലോ? സോളിനോയിഡിൻ്റെ പോസിറ്റീവ് സൗത്ത്, നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തത് നോർത്ത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ആലോചിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായിട്ടില്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എളുപ്പമാണ്. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളെങ്കിലും ഓർമ്മിച്ച് നോക്കുക. ഓക്കെ, റൈറ്റ്. നമുക്കിനി ഹിയർ ടു ഡെപ്പിക്റ്റ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം, ഡെപ്പിക്റ്റ് ചെയ്യണം. നമ്മളത് വരച്ച് കാണിക്കണം. മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. Magnetic field lines around a solenoid. First you have to draw a solenoid having n turns. സോളിനോയിഡ് വരക്കുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് ബാറ്ററീൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക, മറ്റേ എൻഡ് കണക്ട് വിത്ത് നെഗറ്റീവ്. ഒരു സ്വിച്ച് കൂടി അറ്റാച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. ഒരു എൻഡ് പോസിറ്റീവ്, മറ്റേ എൻഡ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ?
ദെൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു പോസിറ്റീവ് എൻഡ് സൗത്ത് ആയിരിക്കും, പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന എൻഡ് സൗത്ത് ആയിരിക്കും, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന എൻഡ് നോർത്ത് ആയിരിക്കും. ഓക്കെ ആണല്ലോ. എന്നോ മറ്റോ ആലോചിക്കുക, നോർത്ത് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ലൈൻസ് കാണിക്കണം. വളരെ ശ്രദ്ധിക്കുക. ഇൻ ദ കേസ് ഓഫ് എ ബാർ മാഗ്നറ്റ് യു ഹാവ് ടു ഷോ ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് ദി മാഗ്നറ്റ്, അല്ലെ? മാഗ്നറ്റ് പുറത്തുള്ള ഫീൽഡ് ലൈൻസ് മാത്രമേ കാണിക്കേണ്ടി വന്നിട്ടുള്ളൂ ഇതിൽ, ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ. ഓക്കെ ആണല്ലോ. പക്ഷേ നമുക്കൊരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടി കാണിക്കണം. ആൻഡ് ഇൻസൈഡ്, in the case of a solenoid, magnetic field is uniform inside the solenoid. They are parallel ആയിരിക്കും magnetic field, solenoid inside magnetic field, and is very uniform and strong. ഓക്കെ ആണല്ലോ. ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാനൊരു ഫീൽഡ് ലൈൻ, ഫസ്റ്റ് ഫീൽഡ് ലൈൻ വരക്കാണ്. നോർത്ത് ടു സൗത്ത് ആണ്. അപ്പം നമ്മൾ എയറോ മാർക്ക് ഔട്ട്സൈഡ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് സൗത്ത് ടു നോർത്തും ആയിരിക്കും. ഇത് ഇങ്ങനെയാണ് പോവുക. ഇൻസൈഡ് സൗത്ത് ടു നോർത്തും ആയിരിക്കും. ഔട്ട്സൈഡ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് സൗത്ത് ടു നോർത്തും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരെണ്ണം താഴെ വരക്കാം. നോർത്ത് ടു സൗത്ത്, ഔട്ട്സൈഡ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് സൗത്ത് ടു നോർത്തും. ഓക്കെ ആണല്ലോ. ഒരെണ്ണം കൂടി വരക്കാം. എറോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. No two field lines intersect. ഒരെണ്ണം കൂടി വരക്കാം മുകളിൽ. സെപ്പറേഷൻ കൂടിക്കൂടി വരുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ. താഴെ വരക്കുമ്പോൾ സെപ്പറേഷൻ കൂടിക്കൂടി വരും. നമ്മൾ ഒരു ലൈന് ഉള്ളിൽ കാണിക്കുക, ഒരു ലൈന് കൂടി ഉള്ളിൽ കാണിക്കുക. ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ട. നോർത്ത് നിന്ന് പുറത്തേക്ക്, സൗത്ത് നിന്ന് അകത്തേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടി കാണിക്കണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സോളിനോയിഡ്. നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും വരക്കാം. നിങ്ങൾ മിനിമം ഒരു 3-4 ലൈൻസ് വരക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്നെടുക്കുക സൗത്ത്, നെഗറ്റീവ് വരുന്നെടുക്കുക നോർത്ത്. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡും ഇൻസൈഡ് സൗത്ത് ടു നോർത്തുമാണ്. ഓക്കെ ആണല്ലോ. എറോ മാർക്ക് കാണിക്കണം, വളരെ മസ്റ്റാണത് എറോ മാർക്ക്. ഓക്കെ ആണല്ലോ. Next we are going to discuss about electromagnets. As you know, an electromagnet is a temporary magnet which gets magnetized only when current flows through it. അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ അതെന്തായി മാറുള്ളൂ, മാഗ്നറ്റായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റ് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമിലർ ടു സോളിനോയിഡ് തന്നെയാണ്, സോളിനോയിഡ് പോലെ തന്നെയാണ്. സോളിനോയിഡും ഇലക്ട്രോമാഗ്നറ്റും ചില കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ വെൻ യു കമ്പയർ എ സോളിനോയിഡ് ആൻഡ് എ ഇലക്ട്രോമാഗ്നറ്റ്, ദി മോർ പവർഫുൾ മാഗ്നറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റ് ആണ് കുറച്ചുകൂടി പവർഫുൾ സോളിനോയിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇലക്ട്രോമാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടും ടെമ്പററി മാഗ്നറ്റാണ്. ഇലക്ട്രോമാഗ്നറ്റിൻ്റെ കേസിൽ അതിൻ്റെ ഉള്ളിൽ ഒരു അയൺ കോർ ഉണ്ടാവും. സോളിനോയിഡ് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സോളിനോയിഡ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് അല്ലേ? ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൂണ്ടഡ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു അയൺ കോറിനെ പ്ലേസ് ചെയ്യുക. ഒരു അയണിൻ്റെ പീസ്, അയൺ കോർ എന്ന് പറഞ്ഞാൽ ഒരു അയൺ പീസ്. സോഫ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യുക. പ്യുവർ ഫോം ഓഫ് അയൺ ആണ് സോഫ്റ്റ് അയൺ. അത് ഫെറോ മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. അപ്പം ഇതാണ് അറേഞ്ച്മെൻറ്റ്. സോളിനോയിഡ്, അതായത് നമ്മൾ സോളിനോയിഡ് ഫ്രീ ആയിട്ട് റാപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു അയണിൻ്റെ കോർ എടുത്ത് അതിൻ്റെ മുകളിൽ എന്തിനെ റാപ്പ് ചെയ്യും? ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് റാപ്പ് ചെയ്യും. സോ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൂണ്ടഡ് ഓവർ ആൻ അയൺ core. Insulated copper wire wounded over an iron core is an electromagnet. What is an electromagnet? Yeah, insulated copper wire. Insulated copper wire wounded over an iron core
wounded over an iron core is an electromagnet. Insulated copper wire wounded over an iron core is an electromagnet. It become magnetized only when current flows through it. Current flow ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സോളിനോയിഡ് ആയാലും ഇലക്ട്രോമാഗ്നറ്റ് ആയാലും എന്തായിട്ട് മാറുള്ളൂ, മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച്മെൻറ്റ് കാണാം. ഇതൊരു ബാറ്ററി കാണാം. ഇതാണ് നമ്മുടെ സോളിനോയിഡ് അല്ലേ. സോളിനോയിഡിനുള്ള ഒരു അയണിൻ്റെ നെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത് അയൺ കോർ. ക്ലിയർ അല്ലേ? അപ്പം ഇതിലെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് എ മാഗ്നറ്റ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതെന്തായി മാറും? മാഗ്നറ്റായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ അറേഞ്ച്മെൻറ്റ്. ദ അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ wounded over an iron core and when electricity is passed through the coils it behaves like a magnet. സോളിനോയിഡും ഇലക്ട്രോമാഗ്നറ്റും കമ്പയർ ചെയ്യുമ്പം സ്ട്രെങ്ത് കൂടുതൽ ഇലക്ട്രോമാഗ്നറ്റ് ആയിരിക്കും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അയൺ കോർ. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോളൂ. എ സോളിനോയിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ ഇലക്ട്രോമാഗ്നറ്റ് വെൻ എ ഫെറോമാഗ്നറ്റിക് കോർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെ, കോബാൾട്ട്, നിക്കൽ, അയൺ, ഇതൊക്കെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. സ്റ്റീൽ. ഓക്കെ, such as soft iron rod. Soft iron means pure form of iron is inserted into the coil and current is passed through the wire. This ferromagnetic material concentrates and strengthens the magnetic field. Magnetic field ന്റെ strength കൂട്ടും. ക്ലിയർ ആണല്ലോ? Transforming the solenoid basic magnetic properties into a powerful temporary magnet and that can be switched on and off and controlling the electric current. ക്ലിയർ ആണല്ലോ? ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ യു ക്യാൻ ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. ഓക്കെ ആണല്ലോ? ബൈ ഇൻക്രീസിങ് ദി കറണ്ട് ത്രൂ ദ കോയിൽസ്. ബൈ ഇൻക്രീസിങ് ദി കറണ്ട് ത്രൂ ദ കോയിൽസ്. ദെൻ by increasing the number of turns. By increasing the number of turns. So the strength of magnetic field of a solenoid can be increased by increasing the number of turns, also by increasing the current through the coils. ഓർമ്മിച്ച് വെക്കണേ മക്കളെ. ഇവിടെ നമുക്ക് റേഡിയസ് ഡിക്രീസ് ചെയ്യാൻ പോസിബിൾ അല്ല, കാരണം നമ്മൾ ആ റാപ്പ് ചെയ്യുന്നത് ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മുകളിലല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസ് കുറക്കാനും പറ്റില്ല, നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. ക്ലിയർ ആണല്ലോ? B proportional to I and B proportional to N. ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഒന്ന് കോർ മെറ്റീരിയലാണ്. ദ ഡെൻസർ ദ മെറ്റീരിയൽ ദ സ്ട്രോങ്ങർ ദ ഫീൽഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന കോർ മെറ്റീരിയൽ, അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. ആ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? പിന്നെ കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആണ്. ദെൻ നമ്പർ ഓഫ് ലൂപ്സ് N ആണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. I കൂടുമ്പം കറണ്ട് കൂടും, N കൂടുമ്പോൾ I കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ? Next we are going to discuss about the differences between a permanent magnet and an electromagnet. ഇത് നിങ്ങളോട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുക write the differences between a bar magnet and a solenoid or a bar magnet and electromagnet. ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റ് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെ എഴുതേണ്ടത്. കാരണം ബാർ മാഗ്നറ്റ് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്, സോളിനോയിഡും ഇലക്ട്രോമാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റ്സ് ആണ് അല്ലേ. കറണ്ട് പോകുമ്പോൾ മാത്രമേ മാഗ്നറ്റ് ആവുള്ളൂ. ഇത് ഇറ്റ് ക്യാൻ റിട്ടൈൻ ദർ മാഗ്നറ്റിക് പവർ ഫോർ എ ലോങ് ടൈം. എന്താണ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് വിച്ച് ക്യാൻ റിട്ടൈൻ ദർ മാഗ്നറ്റിക് പവർ ഫോർ എ ലോങ് ടൈം. കുറേ കാലത്തേക്ക് മാഗ്നറ്റിക് പവർ കാണിക്കുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. കുറച്ച് കാലത്തേക്ക് മാഗ്നറ്റിക് പവർ കാണിക്കുന്നതാണ് ടെമ്പററി മാഗ്നറ്റ്സ്. അതാണ്. ഓക്കെ ആണല്ലോ? ഡിഫറൻസ് നോക്കിക്കോളൂ. ഫസ്റ്റ് ഡിഫറൻസ്, ദേ ക്യാൻ ബി പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ്. നമുക്ക് പെർമനൻ്റ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ദേ ക്യാൻ ബി ടെമ്പററിലി മാഗ്നറ്റൈസ്ഡ്. ഇലക്ട്രോമാഗ്നറ്റ് നമുക്ക്, അതായത് ടെമ്പററി മാഗ്നറ്റ്സിനെ ടെമ്പററി ആയിട്ടാണ് നമ്മൾ കറണ്ട് പോകുമ്പോഴാണ് മാഗ്നറ്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ? മെയ്ഡ് ഓഫ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. മെയ്ഡ് ഓഫ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ അൽനിക്കോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എക്സെട്ര. അൽനിക്കോ പോലത്തെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. നമ്മൾ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് നമ്മൾ സോഫ്റ്റ് അയൺ കോറില്ലേ,
അയൺ കോർ. അതാണ് നമ്മൾ യൂഷ്വലി ഇലക്ട്രോമാഗ്നറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിസം ഡസിൻറ്റ് വേരി ഇൻ സ്ട്രെങ്ത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഫിക്സ്ഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറക്കാനൊന്നും പറ്റില്ല. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്ക് ടെമ്പററി മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടാമല്ലോ ബൈ ഇൻക്രീസിങ് ദി കറണ്ട്, ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ. മാഗ്നറ്റിസം ക്യാൻ ബി വേരിഡ് സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു നീഡ്സ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്ട്രെങ്ത് കൂട്ടാനും കുറക്കാനും പറ്റും. ഏതിൻ്റെ കേസിൽ? ടെമ്പററി മാഗ്നറ്റിൻ്റെ കേസിൽ. ഇതിൻ്റെ കേസിൽ മാഗ്നറ്റിസം സ്ട്രെങ്ത് ഫിക്സ്ഡ് ആണ്. സിമിലർലി നമുക്ക് പൊളാരിറ്റിയും റിവേഴ്സ് ചെയ്യാം അല്ലേ. മാഗ്നറ്റിക് പോൾസ് കനോട്ട് ബി ആൾട്ടേർഡ്. പോൾസ് മാറ്റാൻ പറ്റുമോ? പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പോൾസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ഫിക്സ്ഡ് ആണ്. ഓൾറെഡി നോർത്ത് ഫിക്സ്ഡ് ആണ്, സൗത്ത് ഫിക്സ്ഡ് ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പോൾസ് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർത്ത് വരുന്നിടയ്ക്കാണല്ലോ നോർത്ത് വരുന്നിടയ്ക്ക് നോർത്ത് പോളും, ബാറ്ററിൻ്റെ നോർത്ത് വരുന്നിടയ്ക്ക് നോർത്ത് പോളും, സൗത്ത് വരുന്നിടയ്ക്ക് സൗത്ത് പോളും അല്ലേ. ഞാൻ ബാറ്ററി കണക്ഷൻ തിരിച്ചു കൊടുത്താൽ പൊളാരിറ്റി മാറും. അതായത് കറണ്ട് ഡയറക്ഷനാണ് പൊളാരിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നോർത്ത് പോളാണോ സൗത്ത് പോളാണോ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പം പൊളാരിറ്റി മാറും. സോ മാഗ്നറ്റിക് പോൾസ് ക്യാൻ ബി മോഡിഫൈഡ്. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം. മക്കളെ 4 പോയിൻറ്റ്സ് ഓർമ്മിച്ച് നോക്കണം. ഫസ്റ്റ് പോയിൻറ്റ്, ദ ക്യാൻ ബി പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ്, temporarily magnetized, electromagnet, temporary magnet, made of hard magnetic materials, right, made of soft magnetic materials. Magnetism doesn't vary in strength. Magnetism can be varied in strength according to needs. Magnetic poles cannot be altered. Poles മാറ്റാൻ പറ്റില്ല. Magnetic poles can be modified. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. Next we are going to discuss about one of the most important topics in this chapter, which is force acting on a current carrying conductor. Force acting on a current carrying conductor വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ എക്സ്പെരിമെൻ്റ് എക്സാമിന് മുന്നേ ചോദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മളൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഓക്കെ ആണല്ലോ. ഈ ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എവിടെയാണ്, സൗത്ത് പോൾ എവിടെയാണ്? ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യും. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അത് മാഗ്നറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ ആണല്ലോ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക്, അത് ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നോർത്ത് പോളല്ലേ, ഇത് സൗത്ത് പോളല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ഇങ്ങനെയായിരിക്കും നമ്മൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുക. അതായത് ഇത് AB എന്ന് പറഞ്ഞതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട്. ഇതല്ലേ നമ്മൾ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഈ ഹോഴ്സ് ഷൂ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും, നോർത്ത് സൗത്ത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യും. അതൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ബാറ്ററി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ആക്ടിവിറ്റി 3 ആണ്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പോൾസ് ഓഫ് എ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എക്സ്പീരിയൻസസ് എ force depending upon the direction of force depends on the direction of current and the magnetic field. ഈ ഇതിലുണ്ടാകുന്ന ഫോഴ്സ് അല്ലെ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു മോഷൻ ഉണ്ടാവുമല്ലോ. കണ്ടക്ടറിന് ഒരു മോഷൻ ഉണ്ടാവും. ഈ മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഫാക്ടറാണ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടും പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മക്കളെ, ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഫിക്സ്ഡ് ഓൺ എ സ്റ്റാൻഡ്. ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പ്രൊസീജിയർ ഒന്ന് നോക്കിക്കോളൂ. സെറ്റപ്പ് ദ മാഗ്നറ്റിക് ഫീൽഡ്. പ്ലേസ് ദ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് സോ ദാറ്റ് ദ കണ്ടക്ടർ വിൽ ലൈ ബിറ്റ്വീൻ ഇറ്റ്സ് പോൾസ്. ആ പോളിൻ്റെ ഇടക്കായിട്ട് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഉണ്ടാവുക. എൻഷുർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് അപ്വാർഡ്സ്. നോർത്ത് പോൾ ബിലോ ആൻഡ് സൗത്ത് പോൾ എബോവ് ദ കണ്ടക്ടർ. താഴെ നോർത്ത് പോളും മുകളിൽ സൗത്ത് പോൾ. ഓക്കെ.
Suspend the conductor, suspend the aluminum rod horizontally from a stand using the connecting wires. Connecting wires വെച്ചിട്ട് നമ്മൾ അലുമിനിയം റോഡിനെ, അലുമിനിയാണ് യൂസ് ചെയ്യുക, അലുമിനിയം റോഡിനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. കണക്ട് ദ സർക്യൂട്ട്, അത് നമ്മുടെ സർക്യൂട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കൊരു സ്വിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ കീ യൂസ് ചെയ്തിട്ടുണ്ട്. കീ ഓൺ ചെയ്താൽ സർക്യൂട്ട് ഓൺ ആവും. ഓക്കെ ആണല്ലോ. പാസ് ദ കറണ്ട് ആൻഡ് റിവേഴ്സ് ദ കറണ്ട്. നമ്മൾ ആദ്യം കറണ്ടിലേക്ക് കൂടി പാസ് ചെയ്യും, എന്നിട്ട് കറണ്ട് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. വെൻ ഐ ആം പ്രസ്സിങ് ദ കീ ഐ ക്യാൻ സീ എ മൂവ്മെൻറ്റ് ഓഫ് ദിസ് കണ്ടക്ടർ ടുവാർഡ്സ് വൺ സൈഡ്. അതായത് ഞാൻ ഈ കീ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഈ കണ്ടക്ടർ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, there will be a force acting on the conductor. ആ കണ്ടക്ടറിൽ എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ. ആൻഡ് ദെൻ ഐ ആം റിവേഴ്സിങ് ദി പൊളാരിറ്റി ഓഫ് ദി ബാറ്ററി. അതായത് ബാറ്ററിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. ബാറ്ററിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇനീഷ്യലി കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്തത്, അത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്തത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഈസ് ടുവാർഡ്സ് ദിസ് ഡയറക്ഷൻ, അങ്ങോട്ടാണ് റിഫ്ലക്ഷൻ ഉണ്ടായത്. ഞാൻ ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പം നൗ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ലൈക്ക് ദിസ്. ദെൻ ദി മൂവ്മെൻറ്റ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി പ്രീവിയസ് മൂവ്മെൻറ്റ്. അതായത് നേരത്തെ ഉണ്ടായ മൂവ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റിലായിരിക്കും ഇപ്പം ആരെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, കണ്ടക്ടർ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്. ഐഡിയ ക്ലിയർ ആണല്ലോ, ഐഡിയ ക്ലിയർ ആണല്ലോ. ആൻഡ് the most important thing is, and the movement of this conductor will be maximum when the direction of this magnetic field and the current is perpendicular. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആകുന്ന കേസിലാണ് മക്കളെ ഈ കണ്ടക്ടറിന് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. There is no deflection if the current and magnetic field are in same direction. Magnetic fieldum currentum same directionലാണെങ്കിൽ, magnetic fieldum currentum same directionലാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ ആണല്ലോ. മാക്സിമം ഡിഫ്ലക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ഡിഫ്ലക്ഷൻ മാക്സിമം ആകുന്നത്. ഓക്കെ ആണല്ലോ. ഈ പോയിന്റ് കൂടി നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുക. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. ആ ഇക്വേഷൻ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്നതാണ്. എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ, കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ BIL സൈൻ തീറ്റയാണ്. BIL സൈൻ തീറ്റ. നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ സൈൻ തീറ്റ, സൈൻ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാഗ്നറ്റിക് ഫീൽഡ് B. ക്ലിയർ. ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇലക്ട്രിക് കറണ്ട്. L മീൻസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനും ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സൈൻ 90 അല്ലേ 1, സൈൻ 90 1 അല്ലേ, സൈൻ 0 എത്രയാണ്, 0 ആണ്. സൈൻ 90 1 അല്ലേ, സൈൻ 0 0 ആണ്. മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകേണ്ട ആംഗിൾ എത്രയായിരിക്കണം, 90 ആയിരിക്കണം. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് കറണ്ട് എങ്കിൽ ഡിഫ്ലക്ഷൻ മാക്സിമം. മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും പാരലാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ല. സൈൻ 0 0. ഐഡിയ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ ദി മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ, ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ പ്രൊപ്പോർഷണൽ ടു magnitude of current, and force acting on the conductor is proportional to magnetic field. കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എഴുതണം. ഓക്കെ ആണല്ലോ മക്കളെ. ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻസ് നോക്കാം നമുക്ക്. നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻസ്. ദ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി അലുമിനിയം റോഡ് ഇറ്റ് ബിക്കംസ് എൻ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. ആ അലുമിനിയം റോഡിലേക്ക് കൂടി പോകുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യും. കാരണം whenever a current is flowing through a conductor there will be a magnetic field around it. അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. The magnetic field from the horseshoe magnet interacts with the magnetic field of the current carrying rod resulting in a force.
അതായത് മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും നമ്മളെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ടും ഇൻട്രാക്ട് ചെയ്യുമ്പം ഒരു ഫോഴ്സ് റിസൾട്ട് ചെയ്യും. അതിന് എന്തുണ്ടാവും? ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ദിസ് ഫോഴ്സ് കോസസ് ദ റോഡ് ടു മൂവ് സൈഡ് വേസ്. ഈ ഫോഴ്സ് കൊണ്ടാണ് റോഡ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനുമാണ്. ആൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ഫസ്റ്റിലെത്തത് ഫോഴ്സ് എഫ്. ഓക്കെ ആണല്ലോ? ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഐ. ദെൻ അടുത്ത ഫാക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ബി. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു കീവേഡ് ആക്കാം, FBI. FBI നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് FBI ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. FBI ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കീവേഡ് യൂസ് ചെയ്യാം, FMC ഫാദർ മദർ ചൈൽഡ്. എഫ് ഫോഴ്സ്, എം മാഗ്നറ്റിക് ഫീൽഡ്, സി കറണ്ട്. ഏത് കീവേഡും യൂസ് ചെയ്യാം, FBI അല്ലെങ്കിൽ FMC. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. കറണ്ട് ക്യാരിങ്, വെനെവർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ a horseshoe magnet, there experiences a force. The current carrying conductor experiences a force. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂളിൻ്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ക്ലിയർ ആണല്ലോ? ആ റൂളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കീവേഡ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഒന്നിക്കൽ FBI ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, FBI, അല്ലെങ്കിൽ ഫാദർ മദർ ചൈൽഡ്. തൽക്കാലം നമ്മൾ FBI യൂസ് ചെയ്യുന്നു. സ്ട്രെച്ച്, ശ്രദ്ധിക്കൂ. സ്ട്രെച്ച് യുവർ തമ്പ്, forefinger and middle finger. Stretch your thumb, forefinger and middle finger of your left hand. Fleming's left hand rule ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് in such a way that all are mutually perpendicular to each other. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് എല്ലാ ഫിംഗേഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കണം. ഇതും 90, ഇതും 90, ഇതും 90. All are mutually perpendicular to each other. ഇനിയാണ് നമ്മുടെ കീവേഡ് FBI. F force, B മാഗ്നറ്റിക് ഫീൽഡ്, I കറണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, എന്തിൻ്റെ ഡയറക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് റൂൾ യൂസ് ചെയ്യുന്നത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് ഫിംഗേഴ്സും പറഞ്ഞതിന് ശേഷം ദെൻ ആണ് നമ്മുടെ ഈ ഫിംഗർ പറയുക, തമ്പ് പറയാം. ക്ലിയർ ആണല്ലോ? ആദ്യം ഫോർ ഫിംഗർ പറയും, എന്നിട്ട് മിഡിൽ ഫിംഗർ പറയും, ദെൻ ആണ് നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ്. സോ ദിസ് റൂൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന് റൂൾ ശ്രദ്ധിച്ചോളൂ. സ്ട്രെച്ച് യുവർ തം, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. സ്ട്രെച്ച് യുവർ തം, four finger, middle finger of your left hand in such a way that all are mutually perpendicular to each other. If your forefinger represents the direction of magnetic field, forefinger represents the direction of magnetic field, B. Okay. Middle finger represents the direction of current, then your thumb indicates the direction of force. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പത്തിൽ പഠിക്കാം. FBI ഓർമ്മിക്കുക. ഒന്നുകൂടി പറയാം. സ്ട്രെച്ച് യുവർ തമ്പ്, ഫോർ ഫിംഗർ, middle finger of your left hand in such a way that all are mutually perpendicular to each other. If your forefinger represents the direction of magnetic field, middle finger represents the direction of current, then your thumb indicates the direction of force acting on the conductor. Simple. ഓക്കെ ആണല്ലോ? ഓക്കെ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ദ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, FBI
ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ ആണല്ലോ. ഫോർ ഫിംഗർ represents magnetic field, middle finger represents current, then thumb indicates the direction of force. ഓക്കെ. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് സെക്ഷൻ നോക്കാൻ പോകുന്നത് എ സി ആൻഡ് ഡി സി. എ സി ആൻഡ് ഡി സി. എ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ സി എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട്. നമ്മളെ വീടുകളിൽ നമുക്ക് KSEB നമുക്ക് വീടുകളിൽ തരുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നിങ്ങൾക്കറിയാം എ സി ആണ് അല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഗ്രാഫാണിത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് ഇതൊരു സൈൻ വേവ് പോലെയാണ്, അതായത് അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യും. ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ് periodically. What is an AC signal or AC alternating current? Alternating current is a current whose direction changes periodically, like a sine wave പോലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പിന്നെ പറയാം. സൈൻ വേവ് പോലെ ഡയറക്ഷൻ എന്ത് ചെയ്യും, പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യും. അതാണ് എ സി. നമ്മൾ എ സിയുടെ ഫ്രീക്വൻസി നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ഇന്ത്യയിൽ 50 Hz ആണ്. 50 times ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതായത് നമ്മൾ ഈ എലിവേറ്റഡ് പോർഷനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും അല്ലേ, ക്രസ്റ്റ് എന്ന് പറയും. ഡിപ്രസ്ഡ് റീജിയനെ നമ്മൾ ട്രഫ് എന്ന് പറയും. 1 crust ആൻഡ് 1 trough constitute 1 cycle. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നാൽ നമുക്കൊരു സൈക്കിളായി, അല്ലെങ്കിൽ ഒരു വൈബ്രേഷനായി, അല്ലെങ്കിൽ ഒരു ഓസിലേഷനാവും. ഒരു ക്രസ്റ്റും അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു വേവ്, അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത് എന്നൊക്കെ പറയും. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നാൽ നമുക്കൊരു വേവ് ലെങ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുന്ന വേവ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈൻ വേവ് എന്ന് പറയുക. അല്ലെ ഇങ്ങനെ പീരിയോഡിക്കലി വേരി ചെയ്യുന്ന കറണ്ടിനാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുക. 50 times ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഓർമ്മിച്ച് നോക്കുക. ഡയറക്റ്റ് കറണ്ട് പറഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല, ഡയറക്റ്റായിട്ട് സ്ട്രൈറ്റ് ലൈൻ അങ്ങനെ പോകും. അതിൻ്റെ ഫ്രീക്വൻസി 0 ആണ്, അതായത് ചേഞ്ച് ഒന്നുമില്ല, ഫ്രീക്വൻസി 0 Hz, ഡയറക്റ്റാണ്. നോ ഫ്ലക്ച്വേഷൻ, ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, ഒറ്റ ഡയറക്റ്റായിട്ട് പോകുന്ന കറണ്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കും. എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ while DC current flows only in one direction. DC കറണ്ട് ഒറ്റ ഡയറക്ഷനിലേ ഫ്ലോ ചെയ്യുള്ളൂ, മറ്റേത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. എ സി ഈസ് യൂസ്ഡ് ഫോർ പവർ ഗ്രിഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഔട്ട്ലെറ്റ്സ്. വീടുകളിൽ നമ്മൾ വയറിങ് യൂസ് ചെയ്യുന്നത് എ സി കറണ്ട് വെച്ചിട്ടാണ് നമ്മൾ വീടുകളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എഫിഷ്യൻറ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് എ സി വളരെയധികം എഫിഷ്യൻ്റ് ആണ്. നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് എ സി ഓവർ ഡി സി പറയും, അപ്പം നമുക്ക് പറയാം. ഓക്കെ. വൈൽ ഡി സി യൂസ്ഡ് ഇൻ ബാറ്ററീസ്, അല്ലെ നമ്മൾ ബാറ്ററി, സോളാർ സെൽസ് ഇതുപോലത്തെ അടുത്താണ് ഡി സി യൂസ് ചെയ്യുന്നത്. നമ്മളെ എല്ലാ ബാറ്ററികളിലും ഡി സി ആണ്, അറിയാമല്ലോ. ഓഫൺ റിക്വയറിങ് ഇൻറ്റേർണൽ കൺവേർട്ടർ ടു ചേഞ്ച് ദ ഹൗസ് ഹോൾഡ് എ സി ഇൻ ടു ഡി സി. അല്ലെ നമ്മൾ എ സിനെ ഡി സിയിലേക്ക് ആക്കുന്നത്, ഇപ്പം നമ്മൾ മൊബൈൽ ചാർജർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മൊബൈൽ ചാർജർ ഒരു കൺവേർട്ടറാണ്. ഒരു എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ്. നമ്മൾ മൊബൈലൊക്കെ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ 5 volt 6 voltiലാണ് മൊബൈൽ വർക്ക് ചെയ്യാം. നമുക്ക് KSEB നമ്മളെ വീട്ടിലേക്ക് തരുന്നത് 230 volt ആണ്. 230 volt അറൗണ്ട് ആണ്, RMS വാല്യൂ 230 volt ആണ്. അപ്പോൾ ഈ 230 voltനെ നമ്മൾ 5 voltiലേക്ക് ആദ്യം സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എ സി ആണ് ഇത്. 230 എ സിനെ 230 volt എ സിനെ 5 volt എ സി ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം എ സിനെ ഏതിലേക്ക് മാറ്റണം, ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയറാണ്. എ സിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യും. നിങ്ങൾ +2 പഠിക്കും. ഓക്കെ. ഈ 5 volt എ സിനെ പിന്നെ നമ്മൾ 5 volt ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ് നിങ്ങളുടെ മൊബൈൽ ചാർജർ. ഓക്കെ ആണല്ലോ. അഡ്വാൻറ്റേജ് ഓഫ് എ സി ഓവർ ഡി സി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ സി ഈസ് മച്ച് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ഡി സി. എ സി പ്രൊഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് എഫക്റ്റീവാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വഴിയാണ് നമ്മൾ എ സി ജനറേറ്റ് ചെയ്യുന്നത്, അല്ലേ നമ്മൾ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇടുക്കി, അല്ലേ
മുല്ലപ്പെരിയാർ ഇതുപോലത്തെ നല്ല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഇല്ലേ, അതുവഴിയാണ് നമ്മൾ AC ജനറേറ്റ് ചെയ്യുന്നത്. വാട്ടർ എന്നാണ്, കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, റൈറ്റ്. ബട്ട് ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ് തെർമൽ എനർജി ഈസ് യൂസ്ഡ്. കോളാണ് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. തെർമൽ എനർജിയാണ്. നമ്മളിവിടെ കേരളത്തിൽ നമുക്ക് 44 റിവേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൂടിയത് കൊണ്ട് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് AC ഈസ് മച്ച് ലെസർ ദാൻ ദാറ്റ് ഓഫ് DC. ഓക്കെ ആണല്ലോ. AC ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് DC യൂസിങ് റെക്ടിഫയർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, റെക്ടിഫയർ വെച്ച് നമുക്ക് AC എളുപ്പത്തിൽ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. AC ക്യാൻ ബി ഈസിലി ട്രാൻസ്മിറ്റഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AC ക്യാൻ ബി ഈസിലി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. നമ്മൾ പോസ്റ്റ് വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്മിഷൻ ലൈൻസ് വഴി AC നമുക്ക് എളുപ്പത്തിൽ DC ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മച്ച് പവർ ലോസ് കുറച്ചുകൊണ്ട് നമുക്ക് AC എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ആൻഡ് AC ക്യാൻ ബി കൺട്രോൾഡ് മച്ച് ഈസിലി കമ്പയർഡ് ടു DC. DC കമ്പയർ ചെയ്യുമ്പോൾ AC കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ ആണല്ലോ, വിത്തൗട്ട് മച്ച് ലോസ് ഓഫ് എനർജി. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് AC ഓവർ DC രണ്ടും കൂടി നോക്കാം, നമ്മൾ അതും നോക്കാം. AC കനോട്ട് ബി യൂസ്ഡ് ഇൻ ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമല്ലോ. What is electrolysis? Electrolysis is the process of passing electricity through an electrolyte when a cathode and an anode is immersed in it. അല്ലെ, ഒരു കാഥോഡും ആനോഡും ഇമ്മേഴ്സ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ നമുക്ക് ഒരിക്കലും AC യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ യൂസ് ചെയ്യുള്ളൂ? DC മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ. AC is more dangerous than DC. ഓർമ്മിച്ച് നോക്കണം, AC is more dangerous than DC. DCയെ കമ്പയർ ചെയ്യുമ്പം AC കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. ഓക്കെ ആണല്ലോ. AC will have more magnitude compared to DC magnitude. അതായത് പോസിറ്റീവ് വാല്യൂ, അത് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് വാല്യൂ ഉണ്ട്, ACക്ക് നെഗറ്റീവ് ഉണ്ടല്ലോ, ക്രസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട്. DCയെ കമ്പയർ ചെയ്യുമ്പോൾ ACയുടെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൂടുതലായിരിക്കും. ഓർമ്മിച്ച് നോക്കുക, നോട്ട് ചെയ്ത് പോവുക ഞാൻ പറയുന്നതനുസരിച്ചിട്ട്. ഓക്കെ ആണല്ലോ. എളുപ്പത്തിൽ പഠിച്ച് എടുക്കാം നമുക്ക്. മക്കളെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിന് ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് നമ്മൾ വീടുകളിൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. ദ ഇലക്ട്രിക് സർക്യൂട്ട് ഡിസൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡൊമസ്റ്റിക് യൂസ്, ഹൗസ്, ഫാക്ടറി എക്സെട്ര ഈസ് കോൾഡ് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. പറയുന്ന വളരെ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്ന 3 വയേഴ്സാണ് ലൈവ് വയർ നമ്മൾ ഫേസ് വയർ എന്ന് കൂടി പറയും കേട്ടോ. ഫേസ് PHASE ആണ് ഫേസ് വയർ. ദെൻ ന്യൂട്രൽ വയർ എർത്ത് വയർ. ലൈവ് വയർ അല്ലെ ഫേസ് വയർ, ന്യൂട്രൽ വയർ, എർത്ത് വയർ. സാധാരണ ഈ ലൈവ് വയർ റെഡ് കളറിലാണ് ഉണ്ടാവുക. യൂഷ്വലി കളർ കോഡ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ലൈവ് വയർ റെഡ് കളറിലാണ് ഉണ്ടാവുക. ലൈവ് വയർ റെഡ് കളറിലുണ്ടാവും. ന്യൂട്രൽ വയർ സാധാരണ നമുക്ക് പല കളേഴ്സിൽ കാണാൻ പറ്റും. ബ്ലൂ ഉണ്ടാവും, അല്ലെ ബ്ലാക്ക് കാണാൻ പറ്റും. ബ്ലൂ കളറിൽ ഉണ്ടാവും, അല്ലെ ബ്ലാക്ക് കളർ, ബ്ലൂ ഓർ ബ്ലാക്ക്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മുടെ എർത്ത് വയർ ഗ്രീൻ കളറിലുണ്ടാവും. കളർ കോഡ് ഒന്ന് ഓർമ്മിച്ച് നോക്കണേ മക്കളെ. ലൈവ് വയർ റെഡ് കളറിൽ, ന്യൂട്രൽ വയർ ബ്ലൂ ഓർ ബ്ലാക്ക്, എർത്ത് വയർ റെഡ് കളറിലും ഉണ്ടാവും. ഓക്കെ, ഐഡിയ ഇതാണ്. ലൈവ് വയറിലാണ് കറണ്ട് ഉണ്ടാവുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന വയർ ഫേസിലേക്ക് കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഒരു ലൈവ് വയറും ന്യൂട്രൽ വയറും ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈവ്, ഇതാണ് ന്യൂട്രൽ. ഈ ലൈവ് വയറിലേക്ക് കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞത്. ഈ ലൈവ് വയറിനും ന്യൂട്രൽ വയറിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 230 വോൾട്ട്. നമ്മൾ പറഞ്ഞല്ലോ ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യൽ, ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ. ഈ ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യലും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എത്ര? 230 വോൾട്ട്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ. ന്യൂട്രൽ വയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ലോവർ പൊട്ടൻഷ്യലാണ്. ലൈവ് വയർ ഹയർ പൊട്ടൻഷ്യലാണ്. ഓക്കെ ആണല്ലോ? എർത്ത് വയർ നമ്മൾ യൂസ് ചെയ്യും. വാട്ട് ഈസ് എർത്തിങ്? എർത്തിങ് ഈസ് ദ പ്രോസസ് ഓഫ് കണക്റ്റിംഗ് all appliances or all objects with earth
ടു ന്യൂട്രലൈസ് ദി എക്സസ് ചാർജ്. ഇപ്പം എവിടെയെങ്കിലും ഒരു എക്സസ് ചാർജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് വഴിയോ എക്സസ് കറണ്ട് ഉണ്ടെങ്കിൽ ആ കറണ്ടിനെ എർത്തിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വയറാണ് എർത്ത് വയർ. എർത്തിങ് ഈസ് ദ പ്രോസസ് ഓഫ് കണക്റ്റിംഗ് ആൻ അപ്ലയൻസ് വിത്ത് എർത്ത് ടു ന്യൂട്രലൈസ് ദി എക്സസ് ചാർജ്. അപ്പം നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഈ എർത്ത് വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ സൈഡിൽ ഒരു എർത്ത് കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിൽ എർത്ത് വയർ വെച്ചിട്ട് അത് ഫുള്ള് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എർത്ത് വയർ. ഓക്കെ ആണല്ലോ. അപ്പം ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ വീടുകളിൽ പ്ലഗ് കണ്ടിട്ടില്ലേ? പ്ലഗ് നിങ്ങൾ കണക്ട് ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് അടുത്തടുത്ത് 2 പിന്ന് കാണാൻ പറ്റും, മുകളിലൊരു വലിയ പിന്നും കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇതിൽ ഒന്ന് ലൈവായിരിക്കും, ലൈവ് എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്നത്, മറ്റേത് ന്യൂട്രലായിരിക്കും, ഈ മുകളിൽ കാണുന്ന വലുത് എർത്തായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്ലഗ് ഉണ്ടാവുക. നിങ്ങൾ ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ്, സ്ക്രൂ ഡ്രൈവർ പോലത്തെ ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ല, അത് നിങ്ങൾ ഇതിൽ ഹോളിലേക്ക് വെച്ചിട്ട് ടിപ്പ് വെച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഹോളിൽ നിന്ന് നിങ്ങൾക്ക് അത് കത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ലൈവാണ്, ഫേസ് കറണ്ട് ഉണ്ട്, അപ്പുറം ന്യൂട്രലാണ് എർത്ത്. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണാൻ പറ്റും. മുകളിൽ എർത്താണ്, ഒരു ന്യൂട്രൽ വയർ, ഫ്രം ഫേസ് വയർ. ഓക്കെ. ഇതാണ് നമ്മൾ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ് വരക്കാൻ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം ഇതാണ് നമ്മുടെ വീടുകൾ. ഇത് നമ്മൾ KSEB നമ്മൾ പോസ്റ്റ് വഴി നമ്മുടെ വീടുകളിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ്. ഓക്കെ ആണല്ലോ. അത് 2 വയർ ഉണ്ടാവും, ഒരു ലൈവ് വയറും ഉണ്ടാവും, ഒരു ന്യൂട്രൽ വയറും ഉണ്ടാവും. ലൈവ് വയറും ന്യൂട്രൽ വയർ. ഈ ലൈവ് വയർ നേരെ നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫ്യൂസിലേക്ക് കൂടിയാണ് പോവുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, ഫ്യൂസ് നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുള്ളൂ? ലൈവ് വയറിലേ കണക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് പോകുന്ന വയറിൽ മാത്രമേ നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ. ലൈവ് വയർ നേരെ ഫ്യൂസിലേക്ക് പോകും, ന്യൂട്രൽ വയർ താഴെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നേരെ നമ്മൾ ഇലക്ട്രിസിറ്റി മീറ്ററിലേക്ക് പോകും. നമ്മൾ മീറ്റർ റീഡിംഗ് ഒക്കെ എടുക്കുന്ന മീറ്ററിലേക്ക് പോകും. അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അതായത് ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് കണ്ടിട്ടില്ല, ഓരോ നിങ്ങളുടെ വീടുകളിൽ ഓരോ സെക്ഷനിലേക്കും പോകാൻ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ടാവും. അവിടുന്ന് പോകും. അവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പ്ലഗ്സ് ആണ്, പ്ലഗ് പോയിൻ്റ് ആണ്. അതിൽ ഫേസിൽ നിന്ന് ഒരു ലൈനിൽ ഫേസിൽ പോകുന്ന കേട്ടോ, ഒരു ലൈന് ഫേസിൽ പോവും, ന്യൂട്രലിൽ നിന്ന് ഒരു ലൈന് ഇതിലേക്ക് പോകും. അതായത് ഇതിലെ ഫേസിലൊന്ന് പോവും, ന്യൂട്രൽ. എർത്തെല്ലാം കൂടി കോമൺ ആയിട്ട് കണക്ട് ചെയ്താണ്ടോ, എർത്ത് വയർ കണ്ടോ, എല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എർത്ത് വയർ. എന്നിട്ട് ഫൈനലി ഈ എർത്ത് വയർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എർത്തിങ്, ഈ എർത്ത് വയർ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എർത്ത് വയർ മൊത്തം എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. വരച്ച് പഠിക്കണേ, വരച്ച് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ന്യൂട്രൽ വയർ എല്ലാം കണക്റ്റഡ് ആയിരിക്കും, ഫേസ് വയറും കണക്റ്റഡ് ആയിരിക്കും, എർത്ത് മൊത്തം കണക്ട് ചെയ്ത് എർത്തിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ഇതാണ് പോൾ, നമ്മൾ പോസ്റ്റാണ്, ഇലക്ട്രിക് പോസ്റ്റ്. മീറ്ററിലേക്ക് പോയി, മീറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോയി, ലൈവ് വയർ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലേക്കും, എർത്ത് വയർ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എർത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ വയർ ഇതാ. സിമ്പിളല്ലേ? സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ലൈവ് വയർ ഇറ്റ് ഈസ് കെപ്റ്റ് ആസ് പോസിറ്റീവ് വിത്ത് 220 വോൾട്ട് സപ്ലൈ. 220 RMS വാല്യൂ ആണ്. 220 വോൾട്ടാണ് നമുക്ക് വരിക സപ്ലൈ. ന്യൂട്രൽ വയർ ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് 0 വോൾട്ട്. അത് രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും എത്ര? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 230 വോൾട്ട്. അപ്പോൾ ഒന്ന് 0 ആണെങ്കിൽ മറ്റേത് 230 ആയിരിക്കും. അപ്പോൾ 230 - 0 230 വോൾട്ട്. ഓക്കെ ആണല്ലോ. ന്യൂട്രൽ വയർ ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് 0 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ലൈവ് വയർ ഫോർ കംപ്ലീറ്റിംഗ് ദി സർക്യൂട്ട് കണക്ഷൻ. ആ സർക്യൂട്ട് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. എർത്ത് വയർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എർത്ത് ത്രൂ മെറ്റാലിക് വയേഴ്സ് which is at 0 volt and can allow the excess charge produced easily whenever electrical hazard takes place. Electric hazards എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ് എന്നാൽ പിന്നെ പറയും, നമ്മൾ പറയും. ഓക്കെ. സ്വിച്ചസ് ഉണ്ടാവും. പിന്നെ ഫ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് അപ്ലയൻസ് വിത്ത് സ്യൂട്ടബിൾ റേറ്റിംഗ് ഫോർ ഈച്ച് മെൽറ്റിംഗ് ആൻഡ് ഡിസ്കണക്ഷൻ വെനെവർ ദർ ഈസ് എ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ്. അതൊക്കെ പറഞ്ഞ കാര്യമാണ് മുന്നേ. ഓക്കെ. MCB
MCB എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും. നമ്മളിപ്പോൾ എക്സസ് കറണ്ടോ അല്ലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കർ ഓഫ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്കർ ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. അത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് 2 വയേഴ്സ് ഉണ്ട് അല്ലേ. ഒരു ലൈവ് വയറും ഉണ്ട്, ന്യൂട്രൽ വയറും ഉണ്ട്. ലൈവ് വയറും ഉണ്ട്, ന്യൂട്രൽ വയറും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ ലൈവ് വയറിൽ കറണ്ട് ഉണ്ടാവും, ന്യൂട്രൽ വയറിൽ കറണ്ട് ഉണ്ടാവില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇതിന് പുറമെ ഈ വയേഴ്സിൻ്റെ പുറമെ നമ്മൾ ഇൻസുലേഷൻസിലൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. വയേഴ്സിൻ്റെ പുറമെ ഇൻസുലേഷനാണ്. ഈ ഇൻസുലേഷൻ എപ്പോഴും മോശമായി കഴിഞ്ഞാൽ ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കോണ്ടാക്റ്റിൽ വരില്ലേ. കോണ്ടാക്റ്റിൽ വന്നാൽ ന്യൂട്രൽ വയറിലും കറണ്ട് വരും. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് മക്കളെ ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ കാണാൻ പറ്റും, ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിലുള്ള കോണ്ടാക്റ്റിൽ വന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാ ഷോർട്ട് സർക്യൂട്ട്. അതായത് പിന്നെ ന്യൂട്രൽ നോട്ടില്ല, എല്ലാത്തിലും കറണ്ടായി. ലൈവിലും കറണ്ട്, ലൈവ് വയറിലും ന്യൂട്രൽ വയറിലേക്ക് കൂടിയും കറണ്ട് പോകും. അപ്പം എക്സസ് കറണ്ട് അല്ലേ, സർക്യൂട്ടിൽ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട്. സിമ്പിളാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. വെൻ ലൈവ് വയർ കോയിൻസൈഡ് വിത്ത് ന്യൂട്രൽ വയർ ഡയറക്ട്ലി, live wire coincide with neutral wire directly, there will be a sudden flow of charge from high potential to low potential. പറഞ്ഞ കാര്യം തന്നെ. ഹൈ പൊട്ടൻഷ്യൽ ന്യൂട്രൽ വയർ സാധാരണ ലോ പൊട്ടൻഷ്യൽ ആണല്ലോ, ലൈവ് വയറിൽ ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് 2 കോണ്ടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൈവ് വയറിൽ നിന്ന് ന്യൂട്രൽ വയറിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കും. പിന്നെ ഹൈ പൊട്ടൻഷ്യൽ ലോ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റിൽ വളരെയധികം ന്യൂട്രൽ വയറിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ക്ലിയർ അല്ലേ? ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് എന്ത്? ഷോർട്ട് സർക്യൂട്ട്. ആൻഡ് ഇനോർമസ് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഓഫ് ഹീറ്റ്. ഇത് കാരണം നമുക്ക് തീപിടുത്തമൊക്കെ ഉണ്ടാവും മക്കളെ, ഫയറൊക്കെ ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേപ്പറിലൊക്കെ തീപിടുത്തം ഉണ്ടായി, അതിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. നമ്മൾ ജൂൾസ് ലോ പഠിച്ചാലേ H=I²RT അല്ലേ. ക്ലിയർ. കറണ്ടിൻ്റെ സ്ക്വയറിനാണ് ഹീറ്റ് എനർജി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ കറണ്ട് കൂടുമ്പം അതിൻ്റെ സ്ക്വയർ ടൈംസിൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് ഡെവലപ്ഡ്. ദിസ് ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫയർ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? അടുത്ത നോക്കുള്ളൂ, ഓവർലോഡിങ്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാണെങ്കിൽ, ഇഫ് ടു മെനി അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ സോക്കറ്റ്, നിങ്ങൾ ഒരു സിംഗിൾ പ്ലഗ് സോക്കറ്റ് തന്നെ കുറേ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുന്നു. ഒരു സിംഗിൾ, നിങ്ങളിപ്പോൾ മൾട്ടി പിന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലെ? മൾട്ടി പിന്നൊക്കെ വെച്ചിട്ട് നമ്മളൊരു സിംഗിൾ സോക്കറ്റിൽ കുറേ അപ്ലയൻസസ് ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഡ്രോസ് എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട്. അതൊരു കുറേ എമൗണ്ട് ഓഫ് കറണ്ട് ഡ്രോ ചെയ്യും ആ സർക്യൂട്ടിൽ നിന്ന്. ക്ലിയർ? ഈ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓവർലോഡിങ്. സിമ്പിളാണ്. ഇഫ് ടു മെനി അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ സോക്കറ്റ് ഇറ്റ് ഡ്രോസ് എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്രം ദ സർക്യൂട്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും, ലോഡ് കൂടുമ്പോൾ കറണ്ട് ഡ്രോ ചെയ്യും, കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യും. ഈ കണ്ടീഷന് പറയുന്നവരാണ് നമ്മൾ ഓവർലോഡിങ്. ഓക്കെ ആണല്ലോ? when there are more number of appliances are connected in parallel at a time, the effective resistance will reduce small, giving the condition of short circuiting called an overloading. Condition ഇത്രയേ ഉള്ളൂ. if too many appliances are connected in a single socket. ഓക്കെ ആണല്ലോ? ഇതിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഓക്കെ ആണല്ലോ? ഷോർട്ട് സർക്യൂട്ടിങ്, ഓവർലോഡിങ് നമ്മൾ പൊതുവായിട്ട് പറയുന്നവരാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാമത് 15 ആംപിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസ് ഉണ്ടാവും, പിന്നെ 5 ആംപിയറിൻ്റെ ഫ്യൂസ് യൂസ് ചെയ്യും. നമ്മൾ വേറെ 10 ആംപിയറിൻ്റെ ഫ്യൂസും യൂസ് ചെയ്യും. 10 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂസസ് ആണ് 5 ആംപിയർ, 10 ആംപിയർ, 15 ആംപിയർ ഫ്യൂസസ്. നമ്മൾ 15 ആംപിയർ ഫ്യൂസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹീറ്റർ, കറണ്ട് കൂടുതലെടുക്കുന്ന ഹീറ്റർ, ഓവൻ, ഗീസർ എക്സെട്ര. 5 ആംപിയറിൻ്റെ ഫ്യൂസ് യൂസ് ചെയ്യുന്നത് കറണ്ട് കുറവെടുക്കുന്ന ബൾബ്, ഫാനിനൊക്കെയാണ്. ഓക്കെ ആണല്ലോ? ഓർമ്മിച്ച് നോക്കുക. നമ്മൾ മെയിൻ വോൾട്ടേജ് AC-യുടെ 220 to 240, RMS വാല്യൂ നമ്മൾ 230 പറയും, മിഡിൽ വാല്യൂ. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ?
ഇതാ ഓവർലോഡിങ്. ഇഫ് ടു മെനി അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ സോക്കറ്റ്. കാണാമല്ലോ നിങ്ങൾക്ക്, ഒരേ സോക്കറ്റിൽ തന്നെ കുറേ അപ്ലയൻസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഡ്രോസ് എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്രം ദ സർക്യൂട്ട് അല്ലേ. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? ഓവർലോഡിങ്. ഈ ഒറ്റ ഫിഗർ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇഫ് ടു മെനി അപ്ലയൻസസ് ആർ കണക്റ്റഡ് ഇൻ എ സിംഗിൾ സോക്കറ്റ്. ഷോർട്ട് സർക്യൂട്ട് കാണാമല്ലോ. ഇതാണ് നമ്മുടെ ലൈവ് വയർ, ഇതാണ് എന്ത് ന്യൂട്രൽ വയർ. ഈ ലൈവ് വയർ ന്യൂട്രൽ വയർ നമ്മളിവിടെ കോണ്ടാക്റ്റിൽ വന്നു. അപ്പം ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. സിമ്പിളാണല്ലോ, ഫിഗർ തന്നെ കാര്യം ക്ലിയർ ആണ്. പഠിക്കണേ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മക്കളെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാണാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും 10th എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.